സമീപ പ്രദേശം മുഴുവൻ കാട്ടുതീ ഗ്രസിച്ചപ്പോഴും യാതൊന്നും സംഭവിക്കാതെ ഫ്രാൻസിലെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങൾ. ഫ്രഞ്ച് മാധ്യമങ്ങൾ പോലും അത്ഭുതകരം എന്നാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. യൂറോപ്പിൽ താപനില ഉയർന്നതിനെ തുടർന്നുണ്ടായ കാട്ടുതീയിൽ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെടുകയായിരുന്നു വിശുദ്ധ മിഖായേൽ മാലാഖയുടെ നാമധേയത്തിലുള്ള ദേവാലയങ്ങൾ. ഫ്രാൻസിലെ മൗണ്ട് സെന്റ് മൈക്കിൾ ഡി ബ്രാസ്പാർട്സിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയവും സെന്റ് മൈക്കിൾസ് ഡി ഫ്രജലൈറ്റ് ആശ്രമ ദേവാലയവുമാണ് കാട്ടുതീയിൽ യാതൊന്നും സംഭവിക്കാതെ അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടത്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ആശ്രമ ദേവാലയമാണ് സെന്റ് മൈക്കിൾ ഡി ഫ്രജലൈറ്റ്. ആശ്രമ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഈ ആഴ്ച 105 ഡിഗ്രിയായി താപനില ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് 1500 ഹെക്ടർ വരുന്ന സമീപ പ്രദേശം കാട്ടുതീയിൽ കത്തിനശിച്ചു. എന്നാൽ അത്ഭുതകരമായാണ് ആശ്രമ ദേവാലയം തീനാളങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത്. കാട്ടുതീ സമീപിക്കുന്നത് കണ്ട സന്യാസികൾ ആശ്രമം വിട്ടിറങ്ങിയിരുന്നു. മൗണ്ട് സെന്റ് മൈക്കിൾ ഡി ബ്രാസ്പാർട്സിൽ സ്ഥിതി ചെയ്യുന്ന മിഖായേൽ മാലാഖയുടെ ദേവാലയവും അത്ഭുതകരമായാണ് സംരക്ഷിക്കപ്പെട്ടത്. അഗ്നിശമന സേനാ പ്രവർത്തകരുടെ ശ്രമഫലമായാണ് 1800 ഏക്കർ വരുന്ന പ്രദേശത്ത് പടർന്നു പിടിച്ച തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്നാൽ ദേവാലയത്തിന് ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് വെച്ച് തീ ശമിക്കുകയായിരുന്നു. ദേവാലയത്തെ സംരക്ഷിച്ചത് വിശുദ്ധ മിഖായേൽ മാലാഖയാണെന്ന് പരിസരവാസികൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രസ്തുത സംഭവങ്ങളെ അത്ഭുതകരമെന്നാണ് ഫ്രഞ്ച് മാധ്യമമായ ഔസ്റ്റ് ഫ്രാൻസ് പോലും വിശേഷിപ്പിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.